നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുർത്തയാണ് ഈ യോക്ക് പ്ലീറ്റഡ് കുർത്തി. എല്ലാവർക്കും ഇഷ്ടമായ ഒരു സംഭവമാണല്ലോ അല്ലേ ഈ യോക്ക് പ്ലീറ്റ് കുർത്തി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ യോക്ക് കൊടുക്കുന്ന സ്ക്വയർ യോക്കാണ്. റൗണ്ട് യോക്ക് കൊടുത്തുകൊണ്ട് നേരത്തെ ഒരു നൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്ക്വയർ യോക്കൊക്കെ കൊടുത്ത് പ്ലീറ്റ് കൊടുത്ത് ബട്ടണും കൊടുത്ത് സൈഡ് സ്ലിറ്റൊക്കെ കൊടുത്തുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് നമ്മൾ ഈ കുർത്തി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ബാക്ക് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത ശേഷം അത് വെച്ച് ട്രേസ് ചെയ്ത് വേണം ഫ്രണ്ട് പാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ട് നമ്മൾ യോക്കിൽ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്, ബാക്ക് പാർട്ടിന് പ്ലേറ്റ് കൊടുക്കുന്നില്ല. അപ്പം ബാക്ക് പാർട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിടുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് സ്ലീവിന് കിട്ടും കേട്ടോ. ലെങ്ത് നമുക്ക് ടോട്ടൽ എത്ര വേണം അത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 45 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണം തയ്യൽ തുമ്പിന് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പ്ലീറ്റഡ് കുർത്തി ആയതുകൊണ്ട് യോക്കിൽ പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹിപ്പിന് ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കുവാണ്. ഓൾറെഡി അത് ലൂസായിട്ട് കിടക്കുമല്ലോ, അപ്പോൾ ബാക്ക് പാർട്ടിന് കൂടെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ എനിക്കിവിടെ 15 ഇഞ്ചാണ്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുന്നതുകൊണ്ട് 7.5 ഇഞ്ച്. കോളർ കൊടുക്കുന്നുണ്ട് 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 3/4 ഇഞ്ചാണ് ഞാനിവിടെ സ്ലോപ്പ് കൊടുക്കുന്നത്. സാധാരണ കോളർ നെക്കിന് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ആം ഹോള് ഈ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴ്ത്തി 8 ഇഞ്ച് അതും മാർക്ക് ചെയ്ത് കൊടുക്കാം. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴ്ത്തിയാണ് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുവാണേ. ഇനി ചെസ്റ്റിന് എത്രയാണോ നമുക്ക് വൈഡ് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സീം അലൗൺസ് ഉൾപ്പെടെ 11 ഇഞ്ച് കൊടുക്കണം. 1.5 ഇഞ്ച് സീം അലൗൺസ് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ച് കൊടുത്തന്നേ ഉള്ളൂ. ഇനി ആംഹോൾ കർവ് യൂസ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതായി 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ആംഹോൾ റൗണ്ട് കറക്റ്റാണോ എന്നറിയണമെങ്കിൽ ഇതാ ഇവിടെ ഈ സ്ലോപ്പ് മാർക്ക് ചെയ്തല്ലോ, അവിടെ ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് നോക്കിയാൽ മതി കേട്ടോ. 9.5 മാർക്ക് ചെയ്താൽ ഈ പോയിന്റ് വരെ. എനിക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. കറക്റ്റായിട്ട് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തല്ലോ, അതുവരെയാണ് ഈ ഇഞ്ച് ടേപ്പ് ഇങ്ങനെ പിടിച്ചൊന്ന് ചുറ്റിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്രയാണ് ആം റൗണ്ട് അത് കറക്റ്റ് ചെയ്യാം. ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേളിൽ നിന്നൊരു 15.5 ഇഞ്ച് താഴ്ത്തിയാണ് ഞാൻ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് സീം അലൗൺസ് ഉൾപ്പെടെയാണ് 15.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. 21 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് സീം അലൗൺസ് കൂടെ കയറ്റി ഞാൻ ഹിപ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഈ വേസ്റ്റ് റൗണ്ട് എത്രയാണ് വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്താൽ മതി. എനിക്കിവിടെ 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് സീം അലൗൺസ് കൂടെ വിടുന്നുണ്ടേ. ഇനി വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണ് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 10.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10.5 ഇഞ്ച് വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലൗൺസ് കൂടെ വിടുന്നുണ്ട്. ഇനി ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മൾ സാധാരണ ഒരു കുർത്തയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് അതങ്ങ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതാ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്ലിറ്റാണ് കൊടുക്കുന്നത്. താഴത്തെ സ്ലിറ്റ് വരെ ഒന്ന് അതും സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുവാണേ. ഇവിടെ നമുക്ക് സൈഡ് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഒന്ന് ചരിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ചരിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഈ കോളർ നെക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നെക്കിൻ്റെ വൈഡ് 3 ഇഞ്ച്. നമുക്ക് എത്ര കോളർ നെക്കിന് കൊടുക്കുന്നോ അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ബാക്കിൽ. 1/2 ഇഞ്ച് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്.
ഇനി ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഈ 1/2 ഇഞ്ച് അതിനൊന്ന് കട്ട് ചെയ്ത് ബോഡിയും കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ സ്ലിറ്റ് കൊടുത്ത് ചെയ്യുന്ന കുർത്ത ആയതുകൊണ്ടാണ് കറക്റ്റ് സാധാ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്ന കുർത്ത പോലെ ഞാൻ ബാക്ക് കൊടുക്കുന്നത് കേട്ടോ. എയർലൈൻ ആണെങ്കിൽ സാധാ എയർലൈൻ ചെയ്യുന്ന പോലെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവിന് ആവശ്യത്തിനുള്ള ക്ലോത്തും കിട്ടും. കണ്ടോ, ഇത് ഞാൻ ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ബാക്ക് പാർട്ട് വെച്ച് ട്രേസ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിനുള്ള ക്ലോത്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. 2ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ സൈഡിലെന്നല്ല സെൻറ്ററിലെന്നാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് പ്ലീറ്റ് എടുക്കണമല്ലോ, യോക്കിൽ പ്ലീറ്റ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് സെൻറ്റർ ഭാഗത്തു നിന്നാണ് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് സെൻറ്റർ ഭാഗം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് ഇങ്ങനെ ബോർഡർ വരുന്നതുകൊണ്ട് ആ കണക്കിനാണ് ഇങ്ങനെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം പ്ലീറ്റ്സ് നമുക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ സെൻറ്റർ ഭാഗം ചേർത്ത് ഫോൾഡ് ചെയ്തിടുന്നത്. ഈ പോർഷൻ വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഡൗട്ടല്ലേ, ബാക്ക് പാർട്ട് നമുക്ക് സാധാരണ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഒരു കോളറിനെയൊക്കെ എങ്ങനെ ചെയ്യും അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഫ്രണ്ട് നെക്കിനാണ് നമുക്ക് പ്ലേറ്റ്സ് കൊടുക്കാനുള്ളത്. എത്രയാണ് പ്ലേറ്റ്സ് കൊടുക്കാനുള്ളത് ആ എണ്ണം കണക്കിന്, പ്ലേറ്റ്സിൻ്റെ വലിപ്പവും പ്ലേറ്റ്സിൻ്റെ എണ്ണവും കണക്കിന് നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് ക്ലോത്ത് വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ളത് ഇതിങ്ങനെ സൈഡിലെന്നേ നമ്മൾ ഇങ്ങനെ വയ്ക്കരുത്, ഇങ്ങനെ വെച്ച് ട്രേസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെയാണ് യോക്ക് വരുന്നത്, യോക്ക് ഏരിയയിലാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഈ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒപ്പം വരണം. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഫസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത്. എനിക്കിപ്പോൾ ആവശ്യത്തിന് ക്ലോത്ത് ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി പ്ലീറ്റ്സ് ഇഷ്ടമല്ല. ഞാനൊരു 2 ഇഞ്ച് 3 ഇഞ്ച് വിടുന്നേ ഉള്ളൂ കേട്ടോ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. ഇതാണ്ടോ, ഞാൻ ഇങ്ങോട്ട് ഈ ഒരു ബാക്ക് പാർട്ട് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഏലനല്ലല്ലോ, സ്ലിറ്റ് ഉള്ളതല്ലേ, വിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇവിടെ പ്ലീറ്റ്സ് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ചോ 3 ഇഞ്ചോ മാറ്റി നമ്മൾ ആ പ്ലീറ്റ്സ് എത്ര വേണം ആ കണക്കിന് നമുക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മാറ്റിയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 3 ഇഞ്ച് മാറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത ശേഷം ട്രേസ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, 3 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേറ്റ്സിന് വേണ്ടി ഈ ഫോൾഡ് ചെയ്ത സൈഡിൽ നിന്നാണ് പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് മാറ്റി വിടണം. ആ മാറ്റി വിട്ടല്ലോ അതിന് ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒരു ലൈൻ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് 4 ഇഞ്ചിലോ 5 ഇഞ്ചിലോ പ്ലേറ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 4 ഇഞ്ചോ 5 ഇഞ്ചോ മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കണോണ്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരും. അപ്പോൾ ഈ പ്ലേറ്റ്സ് ഇടാനായിട്ട് മാർക്ക് ചെയ്ത ഈ ലൈനിലാണ് ഈ ബാക്ക് പാർട്ടിന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇതുവരെയാണ് ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും ക്ലോത്താണ്. പ്ലേറ്റ്സ് ഇട്ട് ചെറുതാക്കി വരുമ്പോൾ അത് കറക്റ്റാവും. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിനുള്ള എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഈ കറക്റ്റ് ചെയ്തങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ആ കറക്റ്റ് അളവിന് ട്രേസ് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമാണേ. ചെസ്റ്റും ഹിപ്പും വേസ്റ്റും ഒക്കെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിനെ മാറ്റി കൊടുത്താൽ മതി. മാറ്റി കൊടുത്ത് യോക്ക് എത്ര ഇഞ്ചാണ് നമുക്ക് കൊടുക്കാനുള്ളത് ആ കണക്കിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എത്ര ഇഞ്ച് നമുക്ക് ഇഷ്ടമാണ് യോക്ക് ചെയ്യാനായിട്ട് അത് കണക്കിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 10ഓ 11ഓ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ യോക്കിൻ്റെ ലെങ്ത് അനുസരിച്ച്. ഞാനിവിടെ യോക്ക് കൊടുക്കുന്ന ഒരു 10.5 ഇഞ്ചാണ് കേട്ടോ. 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് യോക്ക് മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കാം. ഇതിൽ ഓൾറെഡി പ്രിൻ്റ് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. 10.5 ഇഞ്ച് ഇതാണ് ഞാൻ യോക്ക് കൊടുക്കുന്നത്. സ്ക്വയർ യോക്ക് ആയതുകൊണ്ട്
നമുക്ക് ഇവിടെയും അങ്ങനെയാണ്. നെക്ക് വൈഡ് ഞാൻ പറഞ്ഞല്ലോ 3 ഇഞ്ചല്ലേ നെക്ക് വൈഡ് ഞാൻ കൊടുക്കുന്ന. നെക്ക് വൈഡ് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് മാറ്റിയല്ലോ, അത് തൊട്ടാണ് 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ വൈഡ് 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലേ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എത്രയാണ് നമുക്ക് യോക്കിൻ്റെ വീതി കൊടുക്കുന്നത് അത് കണക്കിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 10.5 ഇഞ്ച്. ഇനി യോക്കിൻ്റെ വീതി വേറൊരു ക്ലോത്താണ് ഞാനിവിടെ യോക്കിന് വേണ്ടി കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പ്ലീറ്റൊക്കെ ഇട്ട് വേറൊരു ക്ലോത്തല്ലേ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എത്ര ഇഞ്ചാണ് നമുക്ക് ആ ക്ലോത്ത് വരാനുള്ളത് അത് പോയിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് സ്ലീവ് സെറ്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോവും. അത് കഴിഞ്ഞ് നമുക്ക് എത്ര വേണം വീതി ഇവിടെ ഉണ്ടോ, യോക്ക് പോയിട്ടുള്ള ഈ ക്ലോത്തിൻ്റെ വീതിയാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 2 ഇഞ്ച് 2 ഇഞ്ച് ഞാൻ ഈ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോവും. ഇനി യോക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോവും. അത് കഴിയുമ്പോൾ ഇവിടെ 1 ഇഞ്ച് വീതി കാണുള്ളൂ, ബാക്കി യോക്കായിരിക്കും. ഓക്കെ, ഈ ഒരു ക്ലോത്തിൻ്റെ വീതി ഇവിടെ 1 ഇഞ്ച് കിട്ടുള്ളൂ. അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം സ്ലീവിന് 1/2 ഇഞ്ച്, യോക്കിന് 1/2 ഇഞ്ച്, അത് പോയിട്ട് 1 ഇഞ്ച്. ഇപ്പോൾ ടോട്ടൽ ഞാനിവിടെ 2 ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ 9 ഇഞ്ച് അല്ലേ. അപ്പോൾ ഈ 9 ഇഞ്ച് ഇവിടെയും കണക്കാക്കി ഇത് കണ്ടോ കറക്റ്റായിട്ട് ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താൽ മതി. ഇതാണ് നമുക്ക് സ്ക്വയർ യോക്ക്. കണ്ടോ, ഈ പോർഷനാണ് നമുക്ക് ഈ യോക്ക് വരുന്നത് കേട്ടോ. യോക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അതുപോലെ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഉണ്ടല്ലേ, 1.5 ഇഞ്ച് സീം അലവൻസാണ്. അതുകൂടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ ബാക്ക് പാർട്ട് ട്രേസ് ചെയ്തെടുത്തതല്ലേ, അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ 1/2 ഇഞ്ച് യോക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇത് കട്ട് ചെയ്ത് മാറും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത് മാറും. ഇവിടെ പ്ലേറ്റ്സ് വരും. ഇനി ഇവിടെ നമുക്ക് യോക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ, വേറെ പീസല്ലേ കൊടുക്കുന്നത്. ഇവിടെ 1/2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒരു 1/2 ഇഞ്ച് മാറ്റി കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാനിങ്ങനെ 1/2 ഇഞ്ച് ഇവിടെയും മാറ്റി വിടുവാണ്. യോക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ 10.5 ഇഞ്ച് തന്നെ യോക്കിൻ്റെ ലെങ്ത് കിട്ടും. ഇവിടെയും സീം അലവൻസ് വിട്ട് ഇവിടെയും സീം അലവൻസ് വിട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി ചെയ്യാനുള്ളത് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഈ സീം അലവൻസ് വിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കണക്കിന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതാണ്ടോ, ഇനിതാ ഇതും കറക്റ്റായിട്ട് ഇതേ കണക്കിന് കട്ട് ചെയ്തെടുക്കാം. ഈ ആം ഹോൾ റൗണ്ടൊക്കെ 1/2 ഇഞ്ച് കുഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ സെയിം ലെവലിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ അത് എങ്ങനെ കിട്ടും കണ്ടോ. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടോ, പ്ലേറ്റ് ഇട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഈ യോക്ക് നമ്മൾ എക്സ്ട്രാ യോക്ക് ഇത് വയ്ക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്കിന് ഞാൻ കൊടുക്കുന്നത് നേരത്തെ ഞാനൊരു പലാസോ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നേ. അതിൻ്റെ ബാലൻസ് ക്ലോത്ത് സൈഡിൽ നിന്ന് ഇത്രയും ഉണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ യോക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എനിക്ക് ഒറ്റ പീസായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഈ 2 പീസും ഇങ്ങനെ ഈ യോക്കിൻ്റെ കണക്കിന് കട്ട് ചെയ്തെടുക്കുവാണ്. ഈ യോക്കിലാണ് നമുക്ക് നെക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ കോളർ നെക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ റൗണ്ടോ വിയോ എന്ത് വേണോ കൊടുക്കാം. ഞാൻ ഈ ഇടയ്ക്ക് 2 പീസ് ഇങ്ങനെ ചേർത്ത് എടുത്തതുകൊണ്ട് ഒരു 2-3 പോട്ട്ലി ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിനെ ഇനി കോളർ നെക്ക് ചെയ്യണം. കോളർ നെക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കോളറും കൂടെ ഇതിൽ കാണിച്ച വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ കോളറിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഞാനിത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് യോക്കിൻ്റെ വീതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6.5 ഇഞ്ച് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന 1/2 ഇഞ്ച് സീം അലവൻസ് ആണേ. സീം അലവൻസ് ചേർത്തിട്ടാണ് ഞാനിവിടെ 6.5 ഇഞ്ച് കൊടുക്കുന്നത്. 6 ഇഞ്ച് മതി നമുക്ക്. 6 ഇഞ്ചാണ് കറക്റ്റായിട്ട് വേണ്ടത്. കാരണം 9 ഇഞ്ചായിരുന്നു, 3 ഇഞ്ച്
പ്ലീറ്റ്സ് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. ആ പ്ലീറ്റ്സ് കൊടുക്കാനുള്ളത് മാറ്റിയതിന് ശേഷം നമുക്ക് കറക്റ്റ് യോക്ക് വരുന്ന 6 ഇഞ്ചാണ്. അതുപോലെ ഇതിൻ്റെ ലെങ്ത് 10.5 ഇഞ്ച് നമ്മൾ കൊടുത്ത്, അതുപോലെ തന്നെ 10.5 ഇഞ്ചാണ് ഇവിടെയും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനൊരു സ്ക്വയറാക്കി നമുക്ക് കറക്റ്റായിട്ട് 10.5 ഇഞ്ച് ലെങ്തിലും 6 ഇഞ്ച് വീതിയിലുമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. സീം അലൗൺസുകൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ വേണം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തപ്പോൾ അവിടെ നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് എത്രയാണോ മാർക്ക് ചെയ്തത് അതാണ് ഇതിൽ മാർക്ക് ചെയ്യാനുള്ളത്. ആ പ്ലീറ്റ്സിന് കൊടുത്ത ഏരിയ വരാതിരുന്നാൽ മാത്രം മതി കേട്ടോ. നമ്മൾ പ്ലീറ്റ്സ് ഉൾപ്പെടെയാണ് 9.5 എന്ന് നേരത്തെ മാർക്ക് ചെയ്തപ്പോൾ പറഞ്ഞത്. ഇവിടെ 1/2 ഇഞ്ച് വെച്ച് 10.5 മാർക്ക് ചെയ്ത് ഇവിടെയും ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടെ വിടുന്നുണ്ട്. സീം അലൗൺസ് ഇവിടെയും വേണം. കാരണം നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ യോക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ആയിക്കോളും. ഈ ഒരു സീം അലൗൺസ് കൂടെ വിടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര വേരിയേഷൻ വരും. അതുകൊണ്ട് എപ്പോഴും സീം അലൗൺസ് കൂടെ കൊടുത്ത് തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി ഏത് നെക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കോളർ നെക്ക് ആയതുകൊണ്ട് ചെറിയൊരു വി കട്ട് കൂടെ വേണം കേട്ടോ. ആ വി കട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇത് ചെയ്തെടുത്ത ശേഷമാണല്ലോ കോളർ നെക്ക് ബാക്ക് പാർട്ടും കൂടെയല്ലേ യോജിപ്പിച്ചെടുക്കാനുള്ളത്. യൂനെക്കോ വീനെക്കോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മെയിൻ പാർട്ടുമായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യും മുന്നേ ഈ യോക്ക് ഏരിയ കണ്ടോ, സീം അലൗൺസ് 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് ഈ 3 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ മെയിൻ പാർട്ടുമായിട്ട് ഇത് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ്ങിലും എളുപ്പത്തിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ ഈ സെൻറ്റർ ഭാഗത്ത്, ഈ മെയിൻ പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 സൈഡും ഈക്വലായിട്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കണം. നമുക്ക് 1/2 ഇഞ്ചാണോ 1/4 ഇഞ്ചാണോ 1 ഇഞ്ചാണോ എങ്ങനെയാണ് പ്ലീറ്റ്സ് ഉദ്ദേശിക്കുന്നത് ആ ഒരേ കണക്കിനുള്ള പ്ലേറ്റ്സ് ഓരോന്നും എടുത്ത് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഈ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 സൈഡും ഈക്വൽ ആയിരിക്കണം, സെൻറ്റർ ഭാഗത്തായിരിക്കണം കേട്ടോ പ്ലേറ്റ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ യോക്ക് ഏരിയ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോന്ന്. കാരണം നമ്മൾ 1/2 ഇഞ്ച് സീം അലൗൺസ് വിട്ടത് അത് കറക്റ്റ് ആയിരിക്കണം. ആ ലെവൽ വരെ എനിക്കിപ്പോൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് പ്ലേറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ പ്ലേറ്റ്സും ഞാനിവിടെ പിൻ ചെയ്ത് ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ആ 1/2 ഇഞ്ച് നമ്മൾ സീം അലൗൺസ് വിട്ടിട്ടുണ്ടല്ലോ, ദാ ഈ പീസിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. ആ സീം അലൗൺസ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫുള്ളൊന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ബോർഡർ ഭാഗം എൻ്റെ ഈ ക്ലോത്തിൽ തന്നെ സൈഡിലുണ്ടായിരുന്നതാണ് കേട്ടോ, കട്ട് ചെയ്ത് പോയി ഒരു ബോർഡർ ഭാഗം. ഇതുകൂടെ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഈ യോക്കിൻ്റെ ഈ ഒരു പോർഷനിൽ അത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ, ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്തില്ലെങ്കിലും സാരമില്ല, കാരണം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ. സ്ലീവിൽ കൂടെ എൻ്റെ ഭാഗത്ത് ഞാനിത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മേച്ചായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് കൂടെ പറയണം കേട്ടോ നിങ്ങൾ കണ്ടിട്ട്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മോഡലൊന്ന് ചേഞ്ചായി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ യോക്ക് നൈറ്റി കേട്ടോ, പ്ലേറ്റഡ് യോക്ക് നൈറ്റി ഇത്രയേ ഉള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ സിമ്പിളാണ്, സ്റ്റിച്ച് ചെയ്യാനായിട്ട് സിമ്പിളാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, കാരണം കുറച്ച് ടൈം എടുക്കും. നമ്മൾ ക്ഷമയോടും കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ബാക്ക് പാർട്ട് യോജിപ്പിച്ച് സ്ലീവ് ഒരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ള് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഞാനിവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിന് പഫ് സ്ലീവ് ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കുഞ്ഞ് പഫ് സ്ലീവ് കൊടുത്തതാണേ. ഇത് ഫുള്ള് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ കൂടെ പറയണം. ഇത് ഇട്ട് കൂടെ ഒന്ന് കാണട്ടെ, അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് ഇട്ട് കൂടെ കാണിക്കാം. ഇട്ട് കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. സ്ലിറ്റ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഈ കറക്റ്റ് ലെവലിൽ നമ്മളങ്ങ് സ്ലിറ്റ് കൊടുത്താൽ മതി. ഈ പ്ലേറ്റ്സ് അകവശത്തോട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ലെവലാക്കി വെച്ച ശേഷം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി. അത് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇട്ട് കണ്ടാലോ. സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടാണ്. സൈസ് ഉള്ളവർക്കായാലും നമുക്ക് ഈ പ്ലേറ്റ്സ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ചേരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഈ ഒരു പഫ് സ്ലീവും ഈ ഒരു ബോർഡർ ഞാൻ ഈ യോക്കേരിയിൽ കൊടുത്തതൊക്കെ ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.